എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളൊക്കെ അജ്ഞാതന്മാർ പാകിസ്ഥാൻ്റെ തെരുവോരങ്ങളിട്ട് തീർക്കുന്നത് പോയിന്റ് ബ്ലാങ്കിലാണ്. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷവും പിന്നാലെ അജിത് ഡോവൽ NSA ചീഫ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഇത്തരം വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയത്. അതായത് പാകിസ്ഥാനിൽ അജ്ഞാതൻ്റെ ആക്രമണം, ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ കൊല്ലപ്പെട്ടു, പാകിസ്ഥാനിൽ അജ്ഞാതൻ്റെ ആക്രമണം, ലഷ്കർ ഭീകരൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ. പക്ഷേ ഇന്ത്യ ഒരിക്കലും ഇന്നേവരെയും ഈ അജ്ഞാതന്മാരുടെ പിറകിൽ ഇന്ത്യയാണെന്ന് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ മാത്രമാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ കയ്യിൽ വ്യക്തമായി തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അവരുടെ തീവ്രവാദികൾ അവിടെ വെച്ച് തീർക്കുന്നത് ഇന്ത്യയാണെന്നുള്ള ഒരു തെളിവ് പോലും, ഒരു വിഷ്വൽ എവിഡൻസ് പോലും പാകിസ്ഥാനെ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ലഷ്കർ ഭീകരൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറയുന്നത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല, അത് ഇന്ത്യക്കൊരു മുഖവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, അത് ഇന്ത്യ ഭയങ്കര സ്ട്രോങ് ആണ് എന്നതിലൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എന്നാണ് ലഷ്കർ ഭീകരൻ പുറത്തുവിട്ട ഒരു കണക്ക് പറയുന്നത്. ആ വീഡിയോയിൽ ഈ ഭീകരവാദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഏകദേശം 10-30ഓളം ലഷ്കർ ഭീകരന്മാരെയാണ് ഇന്ത്യൻ അജ്ഞാതന്മാർ കൊന്നത് എന്ന്. അപ്പോൾ ഇവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ നിസ്കരിച്ചതിന് ശേഷം പുറത്തു വരുമ്പോൾ ഒരു തീവ്രവാദി പൊടുന്നനെ ഷൂ അഴിക്കുന്നതിനിടയിൽ പൊടുന്നനെ വീണ് മരിക്കുന്നു. ഒരാളും വെടിവെച്ചിട്ടൊന്നുമല്ല, പെട്ടെന്ന് ചുമ്മാ വീണ് മരിക്കുന്നു. അപ്പോൾ അവിടെ പോലും അയാൾ കഴിച്ച ഭക്ഷണത്തിൽ പോലും വിഷം കലർത്തുന്ന രീതിയിൽ ഇന്ത്യൻ അജ്ഞാതന്മാർ അത്തരത്തിൽ വലിയ രീതിയിൽ ഓപ്പറേഷനാണ് പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ലഷ്കർ ഭീകരൻ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്ന ആ വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൂടെയുള്ളവരൊക്കെ ചത്തി വീഴുന്നത് ഇന്ത്യയുടെ മണ്ണിലോ മറ്റു രാജ്യങ്ങളോ അല്ല, പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദികൾക്കും സൈന്യത്തിനൊക്കെ കൺമുന്നിലാണ്. അതായത് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ പെഷവാർ, റാവൽപിണ്ടി, കറാച്ചി, മുസാഫർബാദ് എന്നീ സ്ഥലങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത്. അതായത് അവരുടെ കയ്യിൽ വ്യക്തമായി തെളിവുകളുണ്ട്. 2-3 ഇൻസിഡൻസിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം ലഷ്കർ ഭീകര പുറത്തുവിട്ടത്. അത് ഇന്ത്യക്കാരാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് അവരിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി തെളിവുകൾ നമ്മൾ കയ്യിൽ ഉണ്ട് എന്നാണ് ഈ ലഷ്കർ ഭീകരവാദി പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇത്രയും കാലം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അതായത് അവർ ഇവിടെ വന്നിട്ട് ആക്രമണം ചെയ്തിട്ട് പോകും, വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇവിടെ സ്ഫോടനങ്ങൾ നടത്തിയിട്ട് അവർ തിരിച്ചു പോകും. പക്ഷേ ഇന്ത്യ എന്താ ചെയ്യുക? ഇന്ത്യ ഒരു അപലപിക്കും, ന്യൂഡൽഹി അപലപിക്കും, ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അപലപിക്കും. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ സംഗതി അതേമാതിരിയാകും. അപ്പോൾ ഇന്ത്യ അപലപിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യയെ ആശ്വസിപ്പിക്കും. ഇതാണ് ഇത്രയും കാലം, അതായത് 2014 മുമ്പ് വരെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. 1993 മുംബൈയിൽ സീരിയൽ ബ്ലാസ്റ്റ്, പിന്നെ 2001 പാർലമെൻറ്റ് ആക്രമണം, 2005 ഡൽഹി സ്ഫോടനം, 2006 മുംബൈ സബർബൻ ട്രെയിൻ സ്ഫോടനം, പിന്നെ 2007 ഹൈദരാബാദിൽ, 2008 അഹമ്മദാബാദ്, ജയ്പൂർ, ഡൽഹി, പിന്നെ ലോകത്തെ തന്നെ നടുക്കിയ, നമ്മുടെ രാജ്യം ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണം. അതിൽ ഏകദേശം 60 മണിക്കൂർ നീണ്ട പോരാട്ടമായിരുന്നു. ഒഫീഷ്യലി 160 പേരാണ് അന്ന് മുംബൈയിൽ കൊല്ലപ്പെട്ടത്. അത് ലഷ്കർ ഭീകരന്മാർ ഏകദേശം 12ഓളം ഭീകരന്മാരാണ് കടൽ മാർഗ്ഗം മുംബൈയിൽ എത്തുകയും അജ്മൽ കസബ് പോലെയുള്ള ഭീകരന്മാർ അവിടെ എത്തുകയും മുംബൈയിലെ പല സ്ഥലത്തായിട്ട് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകളുടെ സ്ഫോടനം, വെടിവെപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അപലപിക്കും, അതുമാത്രമാണ് ചെയ്തത്. നമ്മൾ ആ സമയത്ത് വന്ന് പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറായി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഭരിക്കുന്ന UPA സർക്കാരിൻ്റെ ഉന്നത തലത്തിൽ നിന്ന് ഒരാൾ ഇടപെട്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചടിക്കാതെ നിന്നത്. അപ്പോൾ UN അവിടെയൊക്കെ പോയിട്ട് വലിയ അപലപനം മാത്രമേ ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. പക്ഷേ കാര്യങ്ങൾ മാറി. കാര്യങ്ങൾ എപ്പോഴാണോ മാറുന്നതെന്നറിയോ? ശരിക്കും 2016 പത്താൻകോട്ട്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു ഭീകരാക്രമണമാണ് 2016 പത്താൻകോട്ടിലും ഉറിയിൽ നടന്ന ഭീകരാക്രമണം. അവർ തക്കതായി തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഈ പാകിസ്ഥാനെയും ഭീകരവാദികളൊക്കെ നേരിടുന്നതിൽ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നടത്തിയത് എപ്പോഴാണെന്നറിയോ? 2019 പുൽവാമ അറ്റാക്കിലാണ് ഇന്ത്യ ശരിക്കും ഗിയർ മാറ്റിയത്. അതായത് ഏകദേശം അന്ന് നമ്മുടെ 40ഓളം വീര ജവാന്മാരെയാണ് നമുക്ക് രാജ്യത്തിന് നഷ്ടമായത്. അതൊരിക്കലും നമുക്ക് രാജ്യത്തിന് താങ്ങാൻ പറ്റാത്തതാണ്. അന്ന് തൊട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ NSA ചീഫായ അജിത് ഡോവലും പ്രധാനമന്ത്രിയൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുത്തു. അതായത് ഇനി ഒരു കാലത്തും ഒരു ചെറിയ തീവ്രവാദ ആക്രമണം പോലും ഇന്ത്യയിൽ ഉണ്ടാകരുത്. അതായത് ഇവിടെ ബോർഡർ കടന്നു വന്ന് ഒരുത്തനും ഇവിടെ നമ്മുടെ സ്വൈര്യ ജീവിതത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റിയും നടത്തരുത് എന്ന് 2019 പുൽവാമ അറ്റാക്കിന് ശേഷമാണ് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനം എടുത്തത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയോ? അതായത് അജിത് ഡോവൽ പുതിയൊരു സ്ട്രാറ്റജി
കൊണ്ടുവന്നു. അതായത് മൊസാദ്, ഇസ്രായേലിലെ മൊസാദൊക്കെ അവലംബിച്ച ഒരു രീതി, ശത്രുക്കൾ എവിടെയാണോ അവരുടെ പാളയത്തിൽ പോയി അടിക്കുക. അതായത് അവരിവിടെ വരുന്നതിന് മുന്നേ തന്നെ അവരുടെ പാളയത്തിൽ പോയി അവരെ പിന്തുടർന്ന് അവരെ പാളയത്തിൽ തന്നെ പോയി അടിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നത് അജിത് ഡോവലാണ്. അതായത് പിന്നീട് അത് മാത്രമല്ല, ഇതിനൊക്കെ ഈ അജ്ഞാതന്മാർ കൊന്നു തള്ളുന്നതിനൊക്കെ വലിയൊരു അതായത് ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ രീതിയിൽ വിപുലീകരിച്ചു അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ. അതെങ്ങനെയാണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം എന്താണെന്നല്ലേ. അതായത് ഡാറ്റ എല്ലാത്തിലും നമുക്കറിയാം, ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിലും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും ഒരു ടെലിഫോൺ എടുക്കുന്നതിനും അത്തരത്തിൽ വലിയ രീതിയിലുള്ള നമുക്ക് നമ്മുടെ പേഴ്സണൽ വിവരങ്ങളും നമ്മുടെ രേഖകളും, വ്യക്തിപരമായ രേഖ, ആധാർ കാർഡ്, നമ്മുടെ ലൈസൻസ്, അങ്ങനെയുള്ള വ്യക്തിപരമായ രേഖകൾ, ഡോക്യുമെൻറ്റ്സ് പലതരത്തും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ഇതായിട്ട് ക്രമീകരിച്ചിട്ട് എല്ലാത്തിലും ആധാർ കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളും ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഐയുടെ ഇത് അടക്കം എല്ലാം ഉപയോഗിച്ച് വലിയൊരു ഡാറ്റ ശൃംഖല വലിയ രീതി എല്ലാ മേഖലയിലും ഇതിനെ ലിങ്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആർക്കും ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ പോലും ആരാണ് എന്താണ് ചെയ്തത് വ്യക്തമായി വിവരങ്ങൾ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു നെറ്റ്വർക്ക്, ഇൻ്റലിജൻസ് ഇൻഫോ നെറ്റ്വർക്ക് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു. അതായത് NIA 2019 ശേഷം NIA വലിയ രീതിയിൽ വിപുലീകരിച്ചു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ NIAയുടെ ഓഫീസ്, എന്നിട്ട് ഇപ്പം നമ്മുടെ കൊച്ചിയിലടക്കം NIAയുടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. പിന്നെ മൾട്ടി ഏജൻസി സെൻറ്റർ, അതായത് ഡാറ്റയൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത് എവിടുന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം ലിങ്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു മൾട്ടി ഏജൻസി സെൻറ്റർ ഇന്ത്യ തുടങ്ങി. പിന്നെ അതുമാത്രമല്ല, സെൻറ്ററും സംസ്ഥാനവും തമ്മിൽ ഒരു വലിയ രീതിയിലെ കോർഡിനേഷൻ തുടങ്ങി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിങ്, എയർലൈന്, ട്രെയിന്, ടെലികോം, ഈ മേഖലകളൊക്കെ വലിയ ഡാറ്റകളൊക്കെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് അവൈലബിൾ ആക്കി. ഏത് നിമിഷവും ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ NIA സെക്യൂരിറ്റി ഏജൻസി അങ്ങനെ ഒരു ഫെസിലിറ്റി വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഫോറൻസിക് കപ്പാസിറ്റി ഇംപ്രൂവ് ആയി. ഇൻ്റലിജൻസ് സർവൈലൻസ്, എല്ലാ മേഖലയിലും ഇൻ്റലിജൻസ് സർവൈലൻസ് മികച്ച രീതിയിലായി. പിന്നെ ഈ ടെറർ ഫണ്ടിൻ്റെ സോഴ്സ്, അത് ആരാണ് ഇവിടുന്ന് ആ ഫണ്ട് വരുന്നത് എന്നുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ഡാറ്റ സെൻറ്റർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യ കൊണ്ടുവന്നത് മാത്രമല്ല, അതിന് വലിയ രീതിയിൽ AI ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പാകിസ്ഥാനിൽ പോലും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് അറിയുകയും അവിടെ പല ഓപ്പറേഷൻ അവിടുന്ന് പല ഇന്ത്യയിൽ ഇന്ത്യ അൺസ്റ്റേബിൾ ആക്കാൻ അവിടുന്ന് തുടങ്ങുന്ന പല കാര്യങ്ങൾ അതിൻ്റെ ഒറിജിനൽ തൊട്ട് തന്നെ ഇന്ത്യ അറിയുകയും ആ ഡാറ്റ ഇന്ത്യയുടെ കയ്യിലെത്തുകയും ആരൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷൻ പോലും അറിയുന്ന സമയത്ത് തന്നെയാണ് ഈ അജ്ഞാതന്മാർ അവിടെ കയറി പോയിന്റ് ബ്ലാങ്കുകൾ തീർക്കുന്നത്. ആദ്യം കണ്ടു 2010 ശേഷം, അല്ല 2010 നരേന്ദ്രമോദി അധികാരത്തിന് ശേഷം ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരെയായിരുന്നു ഓരോന്നിനും തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം വലിയ രീതിയിലുള്ള ഒരു ഡാറ്റ സെറ്റപ്പ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇന്ത്യ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമ്മു കാശ്മീരിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളായിട്ട് 2004 തൊട്ട് 2014 വരെ ഏകദേശം 7500ഓളം തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ 7500 ആക്രമണങ്ങളിൽ നിന്നില്ലേ 2000 ആക്രമണമായി കുറഞ്ഞു. പിന്നെ അന്നോട്ട് ഓരോ ദിവസം പെർ ഡേ ഒരു 100 സെക്യൂരിറ്റി പേഴ്സൺസൊക്കെ കൊല്ലപ്പെടുന്ന ദിവസമുണ്ടായിരുന്നു ഈ 2004 തൊട്ട് 2014 വരെ. പക്ഷേ 2025 ആകുമ്പോൾ, അതായത് മാസത്തിൽ ഒരു വർഷത്തിലൊക്കെ 16 സെക്യൂരിറ്റി പേഴ്സൺസ് എന്നുള്ള രീതിയിലേക്ക് അത് ചുരുങ്ങി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ ഒരു സെൻറ്റർ, ആ സെക്യൂരിറ്റി ഇതെല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് ഇതായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അജ്ഞാതന്മാരെ എല്ലാ രഹസ്യങ്ങളും, അത് പാകിസ്ഥാനിൽ പോലും ഡാറ്റകൾ നമുക്ക് ലൈവായിട്ട് ഇവിടെ കിട്ടുന്നു. അപ്പോൾ അവർ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അജ്ഞാതന്മാർ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ കുറേ വർഷമല്ല കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ പഴയ ഇന്ത്യയില്ല, ഒരു പുതിയ ഇന്ത്യ ആണ് എന്നൊരു മുഖവരിയുടെ ആവശ്യമില്ല. അത് തീവ്രവാദ സംഘടനകൾ, ലഷ്കറിനെ പോലെ ആൾക്കാർ തന്നെ പറയുന്നത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ശരിക്കും പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ഇന്ത്യ വലിയ രീതിയിലുള്ള, അതായത് ഒരു ഇൻ്റലിജൻസിനെ നമ്മളൊരു ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ കാണുന്ന മാറ്റങ്ങൾ. അതായത് പാകിസ്ഥാൻ്റെ മണ്ണിൽ അജ്ഞാതന്മാർ മരിച്ചു വീഴുന്നത്, അജ്ഞാതന്മാർ വെടിയേറ്റ് തീവ്രവാദികൾ മരിച്ചു വീഴുന്നത് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഫലമാണ്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളെ ഒരു ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശത്രുക്കളുടെ ഓരോ നീക്കവും നമുക്ക് കണ്ടറിയാൻ പറ്റിയത്. അപ്പോൾ ഇന്ത്യ പുതിയ ഇന്ത്യയല്ല. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് പുതിയൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യം ഇല്ലാത്ത അതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.